അത് ചോദിക്കുന്നില്ല, അതിന് മോന്തം കയറ്റി ഇരിക്കുകയുള്ളൂ, മറ്റുള്ളവർ ഇങ്ങോട്ട് വന്ന് പറയട്ടെ എന്നൊക്കെ പറയുന്ന സംഭവം ഇവർക്ക് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ഇത് മരിയ സ്പിരിച്വാലിറ്റി വർക്ക് ചെയ്യുന്ന സാധനമാണ്. അത് കാരണം അഹങ്കാരികളെ ഒന്നെങ്കിൽ ദൈവം ചിതറിക്കും, അല്ലെങ്കിൽ നമ്മൾ ചിതറിക്കണം. ഒപ്പിച്ചു പോകാൻ പറ്റത്തില്ല. അപ്പോൾ അത് വിനയാനെതിരെ അവൻ ഉയർത്തി. കണ്ട വചനത്തിൽ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ലൂക്ക 1:52. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. അപ്പൊ എളിയവരെ ആരാണ് ഉയർത്തുന്നത്? എളിയവരെ അവരുടെ ചിറ്റപ്പന അങ്കളാവെന്ന് ഉയർത്തുകയല്ല. ആരാണ് ഉയർത്തണത്? ദൈവം. എന്ന് വെച്ചാൽ എളിയവരെന്ന് പറയുമ്പോൾ മെറിറ്റ്, നോട്ട് ബൈ മെറിറ്റ് എന്നതിൻ്റെ അർത്ഥം എനിക്ക് യോഗ്യതയില്ല, പിന്നെ ആരാണ്? എന്നെ ഒന്ന് ഉയർത്തണമേ. അത് പറയാനുള്ള എളിമ പത്രോസിനുണ്ടായിരുന്നു. കടലിൽ മുങ്ങിയപ്പോഴേ പുള്ളിവൻ നാഥാ എന്ന് പറഞ്ഞില്ലേ, ഞാൻ നശിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ഞാൻ തീർന്നെന്ന് പറഞ്ഞില്ലേ. തീർന്നില്ല, ഞാൻ നീന്തിക്കറിക്കൊള്ളാം, ഞാൻ 45 വയസ്സ് തൊട്ട് കടലിൽ തന്നെ ജനിച്ചാണ്, എനിക്കാരുടെ സഹായം വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ പത്രോസിൻ്റെ അവസ്ഥ എന്തായിരുന്നു? പിടിയിട്ടില്ലേ? പത്രോസ് മുങ്ങിപ്പോവുകയാണ്. നാഥാ എന്ന് വിളിച്ചുകൊണ്ട് കൈ കാണിച്ച് എന്ന് കഴിഞ്ഞാൽ അപ്പം കയറി പിടിച്ച്. ആ കൈയൊന്നും പിടിക്കാൻ പറയണ്ട, എനിക്കറിയാം നീന്താൻ, ഞാൻ 45 വയസ്സിൽ വന്ന് കടൽ കണ്ട ആളാണ്, ഞാൻ 8ാം വയസ്സിൽ കടൽ കണ്ട ആളാണ്, നിങ്ങൾ കാർപ്പൻ്റർ അല്ലെന്ന് ചോദിച്ചാൽ പണി കിട്ടുക. അതാ വിഷയം. അത് നമ്മൾക്ക് എളിമയുണ്ടോ ഇല്ലയെന്നറിയാൻ നമ്മൾക്ക് മറ്റുള്ളവരുടെ സഹായത്തിന് നമ്മൾ വാ പൊളിച്ച് മിണ്ടുമോ ഇല്ലയോ, അതാണ് അഹങ്കാരികളുടെ മിണ്ടത്തിലവരെ. ചോദിക്കത്തില്ല, പരമാവധി തന്നെത്താൻ തന്നെ ചെയ്യാൻ നോക്കും. ദൈവം അത് ഉദ്ദേശിക്കണില്ല. കാര്യം നമുക്ക് ചെയ്യാൻ എല്ലാം തന്നെത്താൻ പറ്റത്തില്ല. തന്നെത്താൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടു കാണാം. ഈ ഞാൻ പണ്ടൊരു എക്സ്കർഷന് പോയപ്പോൾ എന്നെ ഈ ചൈൽഡ് പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ബർത്ത് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി. അപ്പോൾ ഒരു മദാമ തന്നെ കൊച്ചിനെ വലിച്ചെടുക്കുകയാണ്, പ്രഗ്നൻ്റാണ്, തന്നെത്താൻ മദാമ തന്നെ. എന്നിട്ട് ആ പ്ലാസൻ്റെയൊക്കെ കടിച്ചു പൊട്ടിക്കണം. എന്തെല്ലാം പരാക്രമം. പക്ഷേ ആ സിനിമയിലേ ഉള്ളു. നിങ്ങൾക്കറിയാമല്ലോ, പ്രസവിക്കണമെങ്കിൽ 5 നേഴ്സുമാർ വേറെ വേണമെന്ന്. അതാണ് സംഭവം. അത് സിനിമയിലേ ഉള്ളു. അത് കണ്ടുകൊണ്ട് ആരും തന്നെത്താൻ പ്രസവിക്കാൻ പോകരുത്, പണി കിട്ടും. എന്ന് വെച്ചാൽ ദൈവം ഇവിടെ സൃഷ്ടിച്ചിരിക്കണം മറ്റുള്ളവരെ കൂടി കണ്ടുകൊണ്ടാണ്. മറ്റുള്ളവർ നമ്മളെ സഹായിക്കണം, നമ്മളവരെ സഹായിക്കണം. അങ്ങനെ പരസ്പരം ആശ്രയിച്ചും സ്നേഹിച്ചും ജീവിക്കണം. അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ വളർച്ചയിലാണ് നമ്മൾ ജീവിക്കാൻ ദൈവം ഉദ്ദേശിക്കുന്നത്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ദാസിയുടെ തൃക്കൺ പാർത്ത ഉന്നത ദാസരെ ഉയർത്താൻ എഴുന്നേൽക്കയാ. ദാസിയുടെ തൃക്കൺ പാർത്ത ഉന്നത ദാസരെ ഉയർത്താൻ എഴുന്നേൽക്കയാ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം, അമ്മ മേരി ആരാധിക്കുന്നു. എന്തൊരാനന്ദം, എന്തൊരാനന്ദം, അമ്മ മേരി ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്നറിയാവില്ല, ഉടമ്പടിയും പെരുമാറ്റവും. പീഡിയ, അതാ സബ്ജക്റ്റ്. അതിൻ്റെ കണ്ടന്റ് വൈസ് എന്താണ്? എന്തുമാത്രം എളിമ നമ്മൾക്ക് ഉണ്ട്. എളിമയുടെ അഹങ്കാരം, ഈ 2 വിഷയങ്ങളാണ്. അവിടെ മരിയൻ സ്പിരിച്വാലിറ്റി അനുസരിച്ചുകൊണ്ട് അഹങ്കാരികളെ ചിതറിക്കുകയും എളിയവരെ ഉയർത്തുകയും ചെയ്യും. എളിയവരെ ഉയർത്തുകയെന്ന് പറയുമ്പോൾ ആ വിനയാന്യത എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ബൈ മെറിറ്റ് എന്ന അർത്ഥം. വിനയം തന്നെ എങ്ങനെയാണ്? നമ്മുടെ കഴിവല്ല, നമ്മുടെ യോഗ്യതയല്ല, പിന്നെ അങ്ങയുടെ കൃപ കൊണ്ട്. അതാണ്. അതെല്ലാം ഉടമ്പടി വചനങ്ങളാണ്. മരിയ സ്പിരിച്വാലിറ്റി പറയണതെല്ലാം ഉടമ്പടി വചനങ്ങളാണ്. എന്താണ്? അഹങ്കാരികളെ ചിതറിച്ചു എന്നുവെച്ചാൽ എൻ്റെ മെറിറ്റ് തീർന്നു. പിന്നെന്താണ്? വിനയാനെതിരെ ഉയർത്തി. ഗ്രേസാണ് പിന്നെ ഉയർത്തണത്, ദൈവമാണ് ഉയർത്തണത്. അല്ല നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും അല്ല ഉയർത്തണത്, നമ്മുടെ മാർക്കോ അല്ല ഉയർത്തുന്നത്, ദൈവമാണ്. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഒരു മോള് B.Ed പരീക്ഷയാണ്. അപ്പോൾ അവളുടെ വൈവ എന്തോ പരിപാടിയാണ്. അപ്പോൾ അവൾ
തോറ്റ് ഭയങ്കര പ്രയാസപ്പെട്ട് ഒക്കെ പഠിച്ചിട്ട് തലയ്ക്കാറില്ല. അവർ റിലേ പോകണം. പഠിക്കുന്തോറും റിലേ പോകും. റിലേ പോയെന്നാൽ കിളി പോയെന്ന് ആൾക്കാർ പറയത്തില്ല, അതുപോലെ പണ്ട് റിലേ പോയെന്ന് പറയും, ഇപ്പം കിളി പോയെന്ന് പറയണം. അപ്പോൾ അങ്ങനെ പോയിട്ട് ഒരു പിടിയും കിട്ടണില്ല. ഇവളെ വൈവയൊക്കെ വന്നിരിക്കുമ്പോൾ ഈ വൈവ അവൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. മാതാവ് മാത്രമൊരു ആശ്രയമുള്ളൂ, അവൾക്ക് സ്വന്തമായിട്ട് ആശ്രയമില്ല. പഠിച്ചതൊന്നും ഓർക്കണില്ല, അവളുടെ റിലേ പോയി. അപ്പോൾ മെറിറ്റ് റിലേ പോയെന്ന അർത്ഥം, കിളി പോയെന്ന അർത്ഥം എന്താ? മെറിറ്റ് പോയെന്ന അർത്ഥം. ഉടമ്പടി ഭാഷയിൽ എന്താണ്? അവൾ പഠിച്ചു, പക്ഷെ അവളുടെ തല നിൽക്കണില്ല, റിലേ പോയി. അപ്പോൾ മാതാവേ നീയേ ഉള്ളു കേട്ടാ. അപ്പോൾ അമ്മയും പറയും, നീ ചെല്ലടി മോളെ, മാതാവ് ഉണ്ടാകും കൂടാ എന്ന് പറയും. അപ്പോൾ ഇവൾ ചെല്ലുമ്പോൾ തന്നെ വൈവാക്കിയിരിക്കണ മാഷ് പേടിച്ചും വിറച്ചൊക്കെ തന്നെ ചെല്ലണത്. മാഷ് ഇവിടെ കണ്ടു പറയും, നീ ഇത്രയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ കൃപാസനത്തിൽ പോയൊരു ഉടമ്പടി എടുക്കുമെന്ന് പറയും. ആര്? അവിടെ ഇരിക്കണ മാസ്റ്റർ ഇവളോട് പറയണേ കൃപാസനത്തിൽ പോയൊരു ഉടമ്പടി എടുക്കാൻ. എക്സ്റ്റേണൽ എക്സാമാണ്, എക്സ്റ്റേണൽ അസസ്മെൻറ്റിലെ. അപ്പോൾ നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ പറയും. അപ്പോൾ ഉടനെ അയാൾ ഈ പെങ്കൊച്ചെന്ത് ചെയ്യുന്നത്, അവളുടനെ അവളുടെ പേഴ്സ് കൊടുത്തിട്ട് അവളെടുത്ത് ഉടമ്പടിയുടെ കാശ് രൂപ ഈ മാഷിനെ കാണിക്കും. ഞാൻ അവിടെ പോയതാണ്, ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ മാഷ് എന്ത് ചെയ്യും? മാഷിൻ്റെ ബാഗ് തുറന്ന് മാഷിൻ്റെ ഉടമ്പടി കാശ് രൂപം കാണിക്കും. ഒക്കെ അപ്പോൾ അവർ തമ്മിൽ ഉടമ്പടി കൂട്ടായി. കുറേ ആൾക്കാർ ഉടമ്പടി വഴി ഒത്തിരി പേര് അങ്ങോട്ട് ഇങ്ങനെ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ഇരിക്കണം കേട്ടാ. അതുകൊണ്ടാണ് ഉടമ്പടി നിങ്ങളുടെ കഴുത്തെ കെട്ടി തന്നിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ മനസ്സിലാക്കണം. അതാണ് ഒരു കാരണം. സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം, അതാണ് വിഷയം. അപ്പം അതുകൊണ്ട് മാഷ് പറഞ്ഞ് നിനക്ക് സപ്ലി തരത്തില്ല, നീ പോയി രണ്ടാമത് ട്രൈ ചെയ്യാൻ പറയും. അവൾ കമ്പ്യൂട്ടർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3/4 മണിക്കൂർ എടുത്തപ്പോൾ അവൾ ചെയ്തതിൻ്റെ അകത്തൊരു മിസ്റ്റേക്ക് ഉണ്ടായി. ഒരു ഹാഷ്, ഒരു സ്പേസ് എക്സ്ട്രാ കിടപ്പുണ്ട്. അവൾ 3/4 മണിക്കൂർ കൊണ്ട് നോക്കിയപ്പോൾ മാതാവ് കാണിച്ചു കൊടുത്ത് ഈ സ്പേസാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സ്പേസ് അവൾ കമ്പ്യൂട്ടറെ കളഞ്ഞു കഴിഞ്ഞപ്പോൾ മൊത്തം മാർക്ക് അവൾ ജയിച്ച് പരീക്ഷയ്ക്ക്. അപ്പോൾ അമ്മ സഹായിക്കുന്ന രീതി കണ്ട. ഏത് പരീക്ഷ ഹോളിലായാലും അമ്മയുടെ ആളെ വെച്ചിട്ട് നിന്നെ ഗൈഡ് ചെയ്യും. അപ്പോൾ നിനക്ക് പുറകെ കണ്ണില്ലെങ്കിലും അമ്മയുടെ കണ്ണവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, നിൻ്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട് ഏത് പരീക്ഷാ ഹോളിലും.